മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 10 വേഴ്സ് 24. കർത്താവേ, നീതിപൂർവം എന്നെ തിരുത്തണമേ, എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. അപ്പൊ കർത്താവിനോട് തിരുത്തുവാൻ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ കോപത്തോടെ എന്നെ തിരുത്തരുതേ എന്നാണ് പ്രവാചകൻ പറയുക. ശിക്ഷ തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടു തരം ശിക്ഷകളെപ്പറ്റി പറയുന്നുണ്ട്. കോപത്തോടെയുള്ള ശിക്ഷയും ന്യായത്തോടെയുള്ള ശിക്ഷയും. ന്യായത്തോടെയുള്ള ശിക്ഷ നാം നമ്മുടെ ജീവിതത്തിന് തിരുത്തൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ശിക്ഷണമാണ്. കോപത്തോടെയുള്ള ശിക്ഷണം അനുതാപമില്ലാതെ അധികം ദോഷം ചെയ്യുന്നവരുടെ നാശത്തിനിടയാക്കുന്ന ശിക്ഷയാണ്. കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നത് ശിക്ഷയാണ്. അപ്പൻ മക്കളുടെ നന്മയെ ഉദ്ദേശിച്ച് കൊടുക്കുന്ന ശിക്ഷകൾ ശിക്ഷണങ്ങളാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ശിക്ഷണം വേണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഫറവോ രാജാവ് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചപ്പോൾ പല പ്രാവശ്യം ദൈവം ബാധകളയച്ച് ശിക്ഷണങ്ങൾ കൊടുത്തു. എന്നാൽ പിന്നെയും ദോഷം ചെയ്തപ്പോൾ ദൈവശിക്ഷയുണ്ടായി. ചെങ്കടലിൽ മുങ്ങിച്ചാകാൻ ഇടയായി. നമുക്ക് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന് തിരുത്തലുകൾ വരുത്തുക നമ്മുടെ കടമയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ശിക്ഷണങ്ങളിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന ദൈവം സാധാരണക്കാരനായ ക്രിസ്ത്യാനിയെ അസാധാരണത്വമുള്ള വിശുദ്ധനായി രൂപപ്പെടുത്തും. മോശ 40 വർഷം മണലാരണ്യത്തിൽ ജീവിച്ചു. കഷ്ടതകളിലൂടെ തികഞ്ഞവനായ ശേഷമാണ് ഇസ്രായേലിന്റെ ആരാധ്യ പുരുഷനായി തീർന്നത്. ദാവീദിനെ വിശുദ്ധന്മാരുടെ ഗണത്തിലെത്തിക്കുവാൻ അനേക ശിക്ഷണ നടപടികൾ ആവശ്യമായിരുന്നു. അബ്സലേം തനിക്കെതിരായി കൂട്ടുകെട്ടുണ്ടാക്കിയതും കാടുകൾ അലഞ്ഞു നടക്കാൻ ഇടയായതും വാത്സല്യപുത്രൻ അകാല ചരമം പ്രാപിച്ചതും ദാവീദിന്റെ ജീവിതത്തെ ദൈവത്തിന് കൊള്ളാക്കുവാൻ മുഖാന്തരമായി. ദൈവം തരുന്ന ശിക്ഷണങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അതുവഴി ആ ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.